ബ്രോക്കോൺ 2 ഇഡിയറ്റ്സ് റിവ്യൂവിന്റെ റിവോൾവർ റീത്ത സിനിമയിലേക്ക് സ്വാഗതം. ഇതെന്തുവാ ടോർച്ചൊക്കെ പിടിച്ചു? ടോർച്ചാ ഏത് കൂടെ കണ്ടു? നമ്മള് റിവോൾവർ റീത്ത തമിഴ് കൂടാ. തമിഴ് തെലുങ്കു. തെലുങ്കില് എന്തറിയോ വെറൈറ്റി ഡാർക്ക് കോമഡികളാ. അതുകൊണ്ട് ടോർച്ച് അടിച്ചിട്ട് കോമഡി കാണാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ടോർച്ച് കൊണ്ട് നടക്കുക. അതൊന്നും വിചാരിക്കരുത്. ഇവൻ പാടിയ തുതിയെ ഗവനിത്തിരാ. തുതിയെ ഇന്നും മുറുമുறை പാട്. ടോർച്ച് കൊണ്ട് അടിച്ചിട്ട് ഒരു ഡാർക്ക് കോമഡി മനസ്സിലാവാനുള്ള ഒരു പ്രാണി ഉണ്ടായില്ല. സത്യം പറയാലോ, മനസ്സിലാകാനല്ല, ഡാർക്ക് കോമഡി കാണാൻ ചിരിക്കാൻ. ഡാർക്ക് കോമഡിയാന്ന് പറഞ്ഞ് വെളിച്ചടിച്ചു നോക്കിയിട്ടും കോമഡി മനസ്സിലായില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു പടം കണ്ടപ്പോ. സത്യം പറയല്ലോ, കിളി പറന്നു പോയി. ஏய் நீங்க சும்மா இருங்கங்க. நீங்க பேசுறது இரிட்டேட்டிங்கா இருக்கு. சம்பந்தம் இல்லாம பேசிட்டு இருக்கீங்க. ഇന്നത്തെ സിനിമ റിവോൾവർ റീത്ത. ആ പടമാണ്. ആ പടത്തിന്റെ വിശേഷം പറയാൻ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ബ്രോക്കോൺ 2 ഇഡിയറ്റ്സ് റിവ്യൂ. ദിസ് ഇസ് ദിനിൽ. ദിസ് ഇസ് നിതിൻ. റിവോൾവർ റീത്ത എന്ന സിനിമയുടെ ഞങ്ങളുടെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ റിവ്യൂ കൂടെ ഓഡിയൻസിന്റെ കാര്യം നമുക്ക് പറയാം. പറയാം. എനിക്കൊന്നും പറയല്ലോ, നിങ്ങൾ പറഞ്ഞു. சார் அவர் இந்த உலகத்துக்கு ஏதோ ஒரு முக்கிய செய்தி சொல்ல வராரு. அவர் கொஞ்சம் சொல்ல விடுங்க. സംവിധാനം ചെയ്തിരിക്കുന്ന JK ചന്ദ്രു. ഇതിന്റെ ഞാൻ ആ പാദം തൊട്ട് നമസ്കരിച്ചില്ല. സൂപ്പർ. പുള്ളി റൈറ്റർ എന്ന നിലയിൽ കുറച്ച് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം ഓടിയിട്ടുള്ള പടങ്ങളാണ്. സരസ്വതി സംഗമം. This is an unwanted statement irrelevant to the current situation. ആദ്യത്തെ സംവിധാന സമ്മാനമാണ്. അതിനുശേഷം 12 വർഷത്തിന് ശേഷം ആരാണ്ട് കയ്യകാല പിടിച്ചു കിട്ടിയ സാധനമാണ്. പക്ഷെ അത് നശിപ്പിച്ചു. പിന്നെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഷോൺ റോൾഡൻ എന്നല്ല, ഷോൺ റോളക്സ് ഡ്യൂപ്ലിക്കേറ്റ് റോളക്സ്. ദൈവങ്ങളെ, ഞാൻ ആശാനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മുണ്ടാസ് പെട്ടി, വേലയില്ല പട്ടേദാരി 2, അങ്ങനെ കുറച്ച് നല്ല പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു വിശ്വാസത്തിൽ കയറിയിട്ട്, പക്ഷെ പടത്തിൽ കാമ്പില്ലെങ്കിൽ മ്യൂസിക് കൊണ്ടൊന്നും കാര്യമില്ല. അത് പിന്നെ പറയാനുള്ളത് JK ചന്ദ്രണ്ണ നമിച്ചിട്ടാ, ഒന്നും പറയാനില്ല. ഞാൻ എന്റെ വ്യൂവിംഗ് ലിസ്റ്റിൽ നിന്ന് ആ പേര് ഞാൻ വെട്ടി. റൈറ്റിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ എടുത്തു വെക്കാൻ പറ്റിയില്ലെങ്കിൽ എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ വേറെ ആരെയും കൂടെ ഡയറക്ട് ചെയ്യിപ്പിക്കരുത് പടം. പിന്നെ ഉള്ളത് നമ്മുടെ അഭിനയത്തിന്റെ കാര്യത്തിൽ ആകെ ആശ്വാസം രാധിക ശരത്കുമാറാണ്. ചേച്ചി കുറച്ച് ശ്രമിച്ചിട്ടുണ്ട്. ഒരു പരിധിവരെ സിനിമയ്ക്കകത്ത് ആശ്വസിച്ച് കാണാൻ പറ്റിയ അവരുടെ റോളാണ്. കീർത്തി സുരേഷ് അത്യാവശ്യം. അല്ല, കീർത്തി സുരേഷിനെ കൊണ്ട് ഈ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പല സീനിൽ എനിക്ക് തോന്നി. തുമ്പി കല്ലെടുക്കുക എന്ന് പറയുന്ന അവസ്ഥയാണ് ആ പടത്തിൽ തോന്നിയത്. ഇതെല്ലാം ഫീമെയിൽ ലീഡ് റോൾ വേണം, അതിനൊരു കഥ വേണം. അപ്പൊ ആ കഥ എങ്ങനെ എഴുതി, അതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ. പിന്നെ ഉള്ളത് നമ്മുടെ സ്ഥിരം വെറുപ്പിക്കലാശ റെഡ്ഡി. ഞാൻ ആ പടം കാണുമ്പോൾ ഇങ്ങനെ അവരെ സ്ക്രീനിൽ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നു, ഈശ്വര ഈ മാറിന ഈ പടത്തിലും ഉണ്ടോന്ന്. മതിയായി, ഒക്കെ ഫീൽഡ് ഔട്ട് ആയി കഴിഞ്ഞു. ഫീൽഡ് ഔട്ട് ആയി. ഇതൊക്കെ ഇത് വെച്ചോണ്ടിരിക്കരുത്. ഇതിനൊന്നും ഞാനൊന്നും പറയുന്നില്ല. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അതിമനോഹരമായ അവരതിച്ച പടം അങ്ങനെ വല്ലതൊക്കെ പറയണം. കഥ പറഞ്ഞാലും സിനിമ അധികം പറയേണ്ട കാര്യമൊന്നുമില്ല. എന്ത് പറയാം, പോകില്ല ഡോക്ടർ അല്ലേ, ഇത് രണ്ടും കണ്ടാൽ മതി, പടം കഴിക്കും. വേറെ കാര്യം പറയാം, ഒരു പടം ഡാർക്ക് കോമഡിയിൽ എടുത്തു, ഓക്കെ. രണ്ടാമത്തെ പടം ഡാർക്ക് കോമഡിയിൽ എടുത്തു, ഓക്കെ. നമ്മുടെ രജനീകാന്ത് പറയുന്ന മാതിരി എല്ലാം ഡാർക്ക് കോമഡിയിൽ എടുത്ത് അവരാധിക്കാൻ വേണ്ടി മാത്രം എന്താ ഇത്ര കോമഡിയിൽ ഡാർക്ക് ഉള്ളത് എനിക്ക് ഞാൻ എന്നാന്ന് പറയാം, ടോർച്ച് എടുത്ത് അടിച്ചു നോക്കേണ്ട അവസ്ഥയാണ് കോമഡി മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പടം എൻഗേജിങ് അല്ലെങ്കിൽ പിന്നെ ക്യാമറയും ഫ്രെയിമും കൊണ്ടൊന്നും കാര്യമില്ല, അതിലൊന്നും ഒരു കാര്യമില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഇതിൽ ഏറ്റവും ബ്രില്യൻസ് ആരുടെ അറിയും? അനിരുദ്ധിന്റെ ബ്രില്യൻസ് ആണ്. കാരണം ഡയറക്ടറിന്റെ ഫസ്റ്റ് ഓപ്ഷൻ അനിരുദ്ധ് ആയിരുന്നു. ആശ മതിലിയാടി ഓടി രക്ഷപ്പെട്ടു. പടത്തിന്റെ ക്രിട്ടിക്കൽ റേറ്റിംഗ് പാർട്ട് വെന്റ് റോങ്. പടം എടുക്കാനുള്ള തീരുമാനം ദാറ്റ് ഈസ് റോങ്. അല്ലാതെ കൂടുതലൊന്നും പറയല, എല്ലാം റോങ് ആണ് ആ പടത്തിൽ. നിങ്ങള് ഓഡിയൻസ് ഇപ്പൊ ഞങ്ങൾ പറയാമല്ലോ, ഓഡിയൻസ് റേറ്റിംഗ് ക്രിട്ടിക്കൽ റേറ്റിംഗ് ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടും. കാരണം അവരങ്ങനെയാണ്. അവര് ഫാമിലിയോടെ വന്നിട്ട്
കുറ്റം പറയാനല്ല പടം കാണാൻ വന്നിരിക്കുന്നത്. സോ അവര് അവിടെ വന്നു കഴിഞ്ഞാൽ കിങ്സ്ലിനെ കാണുമ്പോൾ ചിരിക്കും, അത്യാവശ്യം ചെറിയ കോമഡി കിട്ടിയാൽ ആ കുക്കർ കൊണ്ട് കയറി വരുന്ന സീൻ കണ്ടാ ചിരിക്കും, പിന്നെ ആ ഫസ്റ്റ് ഇന്റർവെല്ലിന്റെ സമയത്തുള്ള പറയുന്നത് എല്ലാം കണ്ടാ ചിരിക്കും. எவ்வளவு கேவலமான பிறவிங்கல்ல நம்ம. അപ്പൊ അവര് ചിരിക്കും, അവര് പുറത്തു വന്ന് റിവ്യൂ പറയും പാട്ട് അടിപൊളിയാണ്, നൈസാണ്. ഈ പടത്തിനൊന്നും കോമ്പറ്റീഷൻ ഇല്ല, അതുകൊണ്ട് ഈ പടത്തിന് ഡിഗ്രേഡ് ചെയ്ത കാര്യം ഡിഗ്രേഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ റിവ്യൂ ഒക്കെ സത്യമായിട്ട് ക്രിട്ടിക്കൽ റേറ്റിംഗ് പറഞ്ഞാൽ ഞാൻ ICUടെ ആയി കയറും. അമ്മാരി റേറ്റിംഗ് ആയിരിക്കും ഞാൻ ഈ പടത്തിന് ശരിക്കും 0 കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും കഷ്ടപ്പെട്ട് 2 മണിക്കൂർ 20 മിനിറ്റുള്ള പടമാണ്. അത് എടുത്ത് ഞങ്ങളെ കാണിക്കാനുള്ള ധൈര്യം കാണിച്ച ഡയറക്ടർക്കും അതിന് അഭിനയിക്കാൻ ധൈര്യം കാണിച്ച കീർത്തി സുരേഷിനും ബാക്കി ആക്ടേഴ്സ് പൈസ മാത്രമല്ല കുറച്ച് സൊസൈറ്റിയിൽ കുറച്ച് റെസ്പെക്ട് കൂടി ചെയ്യണം എന്നൊക്കെ വിചാരിച്ചോണം പടത്തിൽ അഭിനയിക്കാൻ. അങ്ങനെ വിചാരിച്ചവർക്കും എസ്പെഷ്യലി ആ പ്രൊഡ്യൂസർക്കും. இப்ப எதுக்குடா தேவையெல்லாம் பேசுற? அது என் கடமை. இருந்தாலும் நீ சொல்றது காது குளிர்ச்சியா இருக்கு. கண்டினியூ பண்ணு. இருக்கியே ஒரு வடிகட்டின முட்டாள். പൈസ കൂടിയിട്ടാണേ ചാരിറ്റി ഒന്നും ചെയ്യാൻ കണ്ടില്ല പുള്ളി. അതുകൊണ്ടാ പൈസ കൂടി എന്തൊക്കെ ചെയ്യാറിയോ? ഒന്നെങ്കിൽ ബാങ്കിൽ കൊണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാം, 7% റേറ്റ് കൊടുക്കുന്നത്. എന്തൊക്കെ പരിപാടി ഉണ്ടോ റിട്ടേൺ കിട്ടാൻ? ഇമ്മാതിരി പരിപാടിയൊക്കെ കാണും. ഈ OTT പോയില്ലെങ്കിൽ നിങ്ങൾ ആ പെട്ടി എടുത്തിട്ട് ആ മൂലയ്ക്ക് കൊണ്ട് വെക്കേണ്ടി വരും. എന്റെ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 1.25 അത് മതി. ആ 2.5 ഒന്നും ഞാൻ രാധിക ശരത്കുമാറിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് ഒന്നിച്ചു റേറ്റിംഗ് പറയുമ്പോൾ 1.2. ഓഡിയൻസ് റേറ്റിംഗ് ചിലപ്പോ 3.5, 1 ടൈം വാച്ചബിൾ എന്നൊക്കെ പറയും. இது வந்து கண்ணீர் நினைச்சுக்காதீங்க, இது ஆமத்த கண்ணீர். சாரு தாங்க சிரிக்க போறேன், மனசு கஷ்டமா தானே படம் பார்த்தோன்னா. വിവേർ ഓഫ് മറ്റേ JK ചന്ദ്രു സാർ ആൻഡ് മറ്റേ റിവോൾവർ ഗീത തിയേറ്ററിൽ കളിക്കുന്നുണ്ട്. അങ്ങോട്ട് കളിക്കണം, നമുക്ക് കയറണ്ടാതെ ഞാൻ പറയുന്നത്. ഇത്ര എനിക്ക് പറയുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഞങ്ങളുടെ വീഡിയോ കാണുന്ന മാക്സിമം ആൾക്കാർ നോൺ സബ്സ്ക്രൈബേഴ്സ് ആണ്. ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് ഞങ്ങളെ സഹായിക്കുക. നിങ്ങളുടെ ഓരോ അടിയും അടിയല്ല ഓരോ സബ്സ്ക്രിപ്ഷനും ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ ആണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വൺസ് അഗെയിൻ we thank you all for supporting us. So stay tuned, സബ്സ്ക്രൈബ് ചെയ്യുക, മിസ് ചെയ്യരുത്. അപ്പൊ എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. ബൈ.